ിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. മുൻപ് പറഞ്ഞതുപോലെ ഇൻവെന്ററി മോഡ്യൂളിലൂടെയും പർച്ചേസ് മോഡ്യൂളിലൂടെയും നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ ഇൻവെന്ററി മോഡ്യൂൾ വഴി ഒരു സീരിയലൈസബിൾ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ഇൻവെന്ററി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക, എന്നിട്ട് ആഡ് പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യുക. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് നെയിം ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ പ്രൊഡക്റ്റ് ടൈപ്പിൽ സീരിയലൈസബിൾ എന്ന് തിരഞ്ഞെടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ഡീറ്റെയിൽസ് കൂടി ഫിൽ ചെയ്യുക. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോ സ്റ്റോക്ക് അലേർട്ടും പ്രൊഡക്റ്റ് ഐഡിയും പ്രൊഡക്റ്റ് കാറ്റഗറിയും നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നു. ടാക്സ് കാറ്റഗറി തിരഞ്ഞെടുക്കുന്നു. നോൺ ടാക്സബിൾ നമ്മളിപ്പോൾ കൊടുക്കുന്നു. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. വാറണ്ടി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഉണ്ടെങ്കിൽ നമ്മളിവിടെ നോന്നാണ് കൊടുക്കുന്നത്. HSN കോഡ് നമുക്ക് കൊടുക്കാം. ബില്ലിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഡിസ്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കാം. യൂണിറ്റ് പ്രൈസ് വിത്തൗട്ട് ടാക്സും കൊടുക്കുന്നു. അവസാനം സെല്ലിംഗ് പ്രൈസ് കൂടി കൊടുത്തതിന് ശേഷം ആഡ് ന്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സീരിയൽ കോൺഫിഗറേഷൻ എന്ന ബോക്സ് വന്നത് കാണാം. ഇതിൽ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു ഷോപ്പിൽ ഓൾറെഡി സീരിയലൈസബിൾ ആയ പ്രൊഡക്ട്സും നോൺ സീരിയലൈസബിൾ ആയ പ്രൊഡക്ട്സും ഉണ്ടാവും. നമുക്കിവിടെ വേണമെങ്കിൽ നോൺ സീരിയലൈസബിൾ പ്രൊഡക്ട്സിനെ സീരിയലൈസബിൾ ആക്കി മാറ്റാം. ഓൾറെഡി ഒരു സീരിയലൈസബിൾ പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാനുവൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇനി അതല്ല, ഒരു നോൺ സീരിയലൈസബിൾ പ്രൊഡക്ട്സിനെ സീരിയലൈസബിൾ ആക്കി മാറ്റാനാണ് നോക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. സീരിയലൈസബിൾ പ്രൊഡക്റ്റിനെ കയറ്റാനായി മാനുവലാണ് ക്ലിക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ പ്രൊഡക്റ്റിനെ സ്കാൻ ചെയ്ത് കയറ്റാവുന്നതാണ്. ഇനി ഒരു പ്രൊഡക്റ്റിനെ സീരിയലൈസബിൾ ആക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സീരിയൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ സീരിയലൈസബിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കുക. സീരിയൽ സ്റ്റാർട്ട് ചെയ്യേണ്ട നമ്പറും എൻഡ് ചെയ്യേണ്ട നമ്പറും നമുക്കിവിടെ ഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ബാർകോഡ് PDF ആഫ്റ്റർ സേവിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്താലാണ് ആ ബാർകോഡ് നമുക്ക് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. എന്നിട്ട് ജനറേറ്റ് സീരിയൽസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സീരിയൽസ് ജനറേറ്റ് ആയത് കാണാം. ഇത് പ്രിന്റ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബാർകോഡ് പിന്നെ എപ്പോൾ സ്കാൻ ചെയ്താലും പ്രൊഡക്റ്റിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കാണാൻ കഴിയും. ഇനി ഇപ്പോൾ കയറ്റിയ പ്രൊഡക്റ്റ് കാണാനായി ഇൻവെന്ററി മൊഡ്യൂൾ സെലക്ട് ചെയ്ത് സീരിയൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ പ്രൊഡക്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ആ പ്രൊഡക്റ്റ് ഇപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാവുന്നതാണ്. ഇനി പ്രൊഡക്റ്റ് ഓപ്ഷനിലേക്ക് പോയി നോക്കിയാൽ ആ സീരിയലൈസബിൾ പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മളൊരു നോൺ സീരിയലൈസബിൾ പ്രൊഡക്റ്റിനെ സീരിയലൈസബിൾ ആക്കി ഇൻവെന്ററിയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഓൾറെഡി സീരിയലൈസബിൾ ആയ ഒരു പ്രൊഡക്റ്റിനെ മാനുവൽ മെത്തേഡ് ചൂസ് ചെയ്ത് എങ്ങനെ ഇൻവെന്ററിയിലേക്ക് കയറ്റാമെന്ന് പരിശോധിക്കാം. അതിനായി നമ്മൾ വീണ്ടും ഇൻവെന്ററി മോഡ്യൂൾ സെലക്ട് ചെയ്ത് പ്രൊഡക്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആഡ് പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളൊരു പ്രൊഡക്റ്റ് നെയിം തിരഞ്ഞെടുക്കുകയാണ്. സീരിയലൈസബിൾ ആണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പ്രൊഡക്റ്റ് ID കൊടുക്കുന്നു. പ്രൊഡക്റ്റ് കാറ്റഗറിയും കൊടുക്കുന്നു. മറ്റ് ഇൻഫർമേഷനും കൂടി നമ്മൾ ഫില്ല് ചെയ്യുന്നു. യൂണിറ്റ് പ്രൈസും കൊടുത്തു. സെല്ലിംഗ് പ്രൈസും കൊടുത്തതിന് ശേഷം ആഡ് ന്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരത്തെ ചോദിച്ച പോലെ കോൺഫിഗറേഷന് വേണ്ടി മാനുവൽ വേണോ ഓട്ടോമാറ്റിക് വേണോ എന്ന് ചോദിക്കും. ഈ പ്രൊഡക്റ്റ് ഓൾറെഡി ഒരു സീരിയലൈസബിൾ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ മാനുവൽ ക്ലിക്ക് ചെയ്യുന്നു. സീരിയലൈസബിൾ പ്രൊഡക്ട്സിന് ഫോർ എക്സാമ്പിൾ ലാപ്ടോപ്പ്, മൊബൈൽ ഇവയ്ക്കൊക്കെ യൂണിക് സീരിയൽസ് ഉണ്ടാവും. അത് നമുക്ക് ഇതിലൂടെ സ്കാൻ ചെയ്ത് കയറ്റാവുന്നതാണ്. ഇനി നമ്മൾ മാനുവൽ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വന്നതായി കാണാം. താഴെ സ്റ്റോക്ക് ഇപ്പോൾ 0 എന്നായിരിക്കും കാണിക്കുന്നത്. ഇനി എൻ്റർ ദ ന്യൂ സീരിയൽ നമ്പർ ഓപ്ഷനിൽ സീരിയൽ നമ്പർ സ്കാൻ ചെയ്തോ ടൈപ്പ് ചെയ്തോ കയറ്റാവുന്നതാണ്. നമ്മൾ ആ ഓപ്ഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ സ്കാൻ ചെയ്ത് കയറ്റുന്നു. ബാർകോഡ് സ്കാനർ ഇല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ആഡ് ന്യൂ സീരിയൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒന്ന് കയറി ചെയ്ത് കാണാം. അതുപോലെ തന്നെ ആ സെറ്റ് ഓഫ് പ്രൊഡക്ട്സ് എത്ര എണ്ണം ഉണ്ടോ അത്രയും ഇവിടെ സ്കാൻ ചെയ്ത് കയറ്റുക. ഇപ്പം
3 വരെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇൻവെന്ററി മൊഡ്യൂളിലെ പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്താൽ അതിവിടെ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കയറ്റിയ പ്രൊഡക്ട്സ് ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സെയിം കാറ്റഗറിയിൽ ഒരുമിച്ച് ആഡ് ചെയ്തത്. വിവിധ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിനെ അതാത് കാറ്റഗറിയിൽ ഒരുമിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക.